ഹലോ, വെൽക്കം ടു റഫിൽ സോൺ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ മുഖത്തെ ഇത്രയും സന്തോഷത്തിൻ്റെ കാര്യം എന്താണെന്ന് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അതേ നമ്മൾ 1K അച്ചീവ് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ആ സന്തോഷം പങ്കുവയ്ക്കാനും അതുപോലെ പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിനെ എങ്ങനെയാണ് പെട്ടെന്ന് 1K സബ്സ്ക്രൈബേഴ്സ് ആക്കുക എന്നതുള്ളതിനെ കുറിച്ചിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിന്നിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ഞാൻ ജൂൺ 1-നാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. ഇന്നിപ്പോൾ ജൂലൈ 22 അല്ലേ. അപ്പോൾ ഇന്നലെയാണ് നമ്മുടെ 1K സബ്സ്ക്രൈബർ ആവുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മളൊന്ന് പരിശ്രമിച്ചാൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് 1K സബ്സ്ക്രൈബേഴ്സ് ആവുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു തരാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് എന്താ പറയുന്നതെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ നമ്മളൊക്കെ പുതിയ മുഖങ്ങളാണ്. ഞാൻ ഒരു എന്താ പറയുക, അറിയപ്പെടുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ അറിയപ്പെടുന്ന വ്യക്തികളുടെ മകളോ അങ്ങനെ ആരും അല്ലാതെ നമുക്ക് എങ്ങനെയാണ് ഒരു മാസം കൊണ്ട് തന്നെ ഒരു 1K സബ്സ്ക്രൈബേഴ്സ് ആക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നമ്മൾ അതിനു വേണ്ടി കുറച്ചൊക്കെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതെന്താണ് സംഭവം എന്നുള്ളതൊക്കെ ഇന്ന് ഞാൻ ഈ ഒരു ഇതിൽ പറയാം. ഒപ്പം തന്നെ എൻ്റെ ഈ ഒരു യാത്ര, അതായത് കുറേ രസകരമായിട്ടുള്ള സംഭവങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വേഗം തന്നെ പറയാം കേട്ടോ. നിങ്ങൾ ഒരിക്കലും മുഷിപ്പിക്കില്ല, വേഗമായിട്ട് പറയാം കേട്ടോ. അപ്പോൾ ആദ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജൂൺ 1-നാണ് ഇവിടെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന പോലെ തന്നെ നമ്മൾ ഹസ്ബൻഡിൻ്റെയും അതുപോലെ എൻ്റെ ഒരു വലിയേട്ടൻ്റെയും അനുവാദം മേടിച്ച് നമ്മൾ അവരുടെ ഫുൾ സപ്പോർട്ട് കൂടിയിട്ട്, ഫുൾ സപ്പോർട്ട് കൂടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് ഈ ചാനൽ തുടങ്ങുന്നത്. പക്ഷെ ചാനൽ തുടങ്ങാൻ എങ്ങനെയാണെന്ന് അറിയില്ല. സംഭവം കുറച്ച് നേരത്തെ പണിയുള്ളൂ തോന്നുന്നു. അതിനു വേണ്ടി ഞാൻ അപ്പുറത്തെ വീട്ടിലെ ഒരു ഇതുണ്ട്, രോഹിണി എന്നാണ് പേര്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി കുത്തിയിരുന്ന് ഒരു 9 മണിക്ക് തുടങ്ങിയിട്ടുണ്ടാവും ഞങ്ങൾ ഈ ചാനൽ തുടങ്ങാനുള്ള പരിപാടി. അപ്പം അവളുടെ ഫോണിൽ നിന്ന് എടുക്കും, എന്നിട്ട് നോക്കും. അങ്ങനെ ഇരുന്ന് നോക്കി 1 മണിയാകുമ്പോഴേക്കാണ് ഞങ്ങൾ ചാനൽ തുടങ്ങിയത്. അതെന്ത് സംഭവം എന്ന് വെച്ചാൽ, ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ഫോണിൽ കുത്തിയിരുന്ന് യൂട്യൂബ് കാണുക അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അങ്ങനെ കൂടുതൽ അറിയണ ആൾക്കാരല്ല. അപ്പോൾ അത് ചെയ്താൽ ഇത് അങ്ങനെ പോവുക ഇങ്ങനെ പോവുക. അതായത് 1 മണിയോട് കൂടിയിട്ട് ആദ്യത്തെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 1 മണിയോട് കൂടിയിട്ട് ആദ്യത്തെ വീഡിയോ, അതായത് എല്ലാം ശരിയാക്കി പിന്നെ അവസാനം അപ്ലോഡ് ആവണില്ല. അതായത് നമ്മൾ പറയണ സ്പീഡിലൊക്കെ അപ്ലോഡ് ആവണില്ല. അപ്പോൾ അതിലേറെ കഷ്ടം. അങ്ങനെയൊക്കെ ഇരുന്നിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ഈ ചാനൽ തുടങ്ങുന്നത്. പിന്നെ അങ്ങോട്ട് പ്രതീക്ഷിക്കാത്ത സപ്പോർട്ടാണ് നമുക്ക് എല്ലാവർക്കും കിട്ടിയത്. അതായത് ഞാൻ ചാനൽ തുടങ്ങിയ ദിവസം എനിക്ക് 70 സബ്സ്ക്രൈബേഴ്സോളം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും ആ 70 ആൾക്കാരും ഡെഫിനറ്റായിട്ടും എൻ്റെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിൽ നിന്നുള്ളവരോ എല്ലാവരും ആയിരിക്കാം. അല്ലാതെ ഇപ്പോൾ അത് പുറത്തേക്ക് പോകുന്നില്ലല്ലോ. അതുകൊണ്ട് ആ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അതുപോലെ അപ്പോൾ ഈ സബ്സ്ക്രൈബേഴ്സ് ചിലർക്കൊക്കെ ഇപ്പോൾ 10 അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ തന്നെ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ യൂട്യൂബേഴ്സ് തന്നെ ഒരുപാട് ചങ്ക് ഫ്രണ്ട്സ് ഉണ്ട് നമുക്ക്. അപ്പോൾ അവർ പരസ്പരം നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അവരൊന്നും വിഷമിക്കേണ്ടത്. എൻ്റെ ഒരു കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അവിടുന്ന് 70 ആയി. അപ്പോൾ അന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് തീരെ സബ്സ്ക്രൈബേഴ്സ് ആവുന്നില്ല. 1 ആഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു. ഞാനാണെങ്കിൽ അപ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടായിരുന്നു. അങ്ങനെ കഴിഞ്ഞിട്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുന്നില്ല. അപ്പോൾ ആകെ വിഷമമായി. ഇതെങ്ങനെ കൂട്ടാം. അങ്ങനെ കുറേ വീഡിയോസ് ഇരുന്ന് കണ്ടു. യൂട്യൂബിൽ നിന്ന് കുത്തിയിരുന്നിട്ട് കുറേ ആൾക്കാരുടെ യൂട്യൂബേഴ്സൊക്കെ തപ്പിയെടുത്ത് സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ കൂട്ടാം. അപ്പോൾ അതിൽ പറയും 1 ദിവസം കൊണ്ട് തന്നെ 1000 സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ നമ്മളതിങ്ങനെ വായിക്കും. അപ്പോൾ വായിക്കുമ്പോൾ 1 ദിവസം കൊണ്ടോ അപ്പോൾ അത് മനസ്സിലാവില്ല. അപ്പോൾ അടുത്തത് എടുക്കും. എന്തായാലും അങ്ങനെയൊന്നും എനിക്കത്ര പ്രാവർത്തികമായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഇത്രയും വീഡിയോ തപ്പി പിടിച്ചിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കണ്ടൻറ്റ് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഒരു കണ്ടൻ്റ് ആയിരിക്കുക. അതുപോലെ തമ്പനെയിൽ നല്ല അട്രാക്റ്റീവായിട്ടുള്ള തമ്പനെയിൽ വയ്ക്കുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ എനിക്ക് കഴിവുണ്ട്. അപ്പോൾ കഴിവുള്ളവർ എന്നെ അന്വേഷിച്ച് പിടിച്ച് വരട്ടെ, ആ ഒരു മനോഭാവം മാറ്റുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കരയുന്ന കുട്ടികൾക്കാണ് അമ്മ പോലും പാല് കൊടുക്കുള്ളൂ എന്നാണ് പറയുന്നത്. അവർ വാശി പിടിക്കണത്ര. അതുപോലെ നമ്മുടെ കഴിവുകൾക്ക് മറ്റുള്ളവരിൽ എത്തിക്കാൻ നമ്മൾ തന്നെ കുറച്ച് നമ്മൾ പരിശ്രമിക്കുമ്പോൾ ബാക്കിയുള്ളവർ കൂടി നമ്മുടെ കൂടെ വരും. കുറച്ച് നമ്മൾ പരിശ്രമിക്കണം. നമ്മുടെ കഴിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ തന്നെ നമ്മുടെ ചാനൽ തുടങ്ങിയ കാര്യം മറ്റുള്ളവരെ അറിയിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് കഴിവുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറഞ്ഞവരാരും ചിലപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്തെന്നോ സപ്പോർട്ട് ചെയ്തെന്നോ വരില്ല. പക്ഷെ തീർച്ചയായും മറ്റുള്ളവർ അത്യാവശ്യം അതിലെ ഒരാളെങ്കിലും
തിരിച്ചു വരുന്നതായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ വേറൊരു ഇതാണ് യൂട്യൂബ് ലൈവിലേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിന് കിട്ടി കേട്ടോ. നമ്മൾ യൂട്യൂബ് ലൈവിലേക്ക് പോകുമ്പോൾ ഒരുപാട് ഫ്രണ്ട്സുകൾ കിട്ടും. അപ്പോൾ നമ്മൾ അതിനൊരു സമയം കണ്ടെത്തിയിട്ട് ലൈവിലേക്ക് പോയിട്ട് നമ്മുടെ ലിങ്ക് ഇടുമ്പോൾ, നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഇടുമ്പോൾ അതിലത്തെ ഇതുപോലെ ഫ്രണ്ട്സ് നമ്മുടെ അടുത്തേക്കും വരും. അങ്ങനെയാണ് നമുക്ക് കൂടുതൽ ഫ്രണ്ട്സിനെ കിട്ടിയത് കേട്ടോ. അപ്പോൾ ഞാൻ പങ്കെടുത്തിരുന്ന ലൈവുകൾ എന്ന് പറഞ്ഞാൽ മിസ്റ്റർ ആൻഡ് മിസ്സിസ് സഞ്ചാരിയുടെ, സഞ്ജിക്കുട്ടിയുടെ ലൈവ്, അതുപോലെ വിമല ചേട്ടായിയുടെ, അതുപോലെ ഷീബ ചേച്ചിയുടെ, അമ്മൂസിൻ്റെ, പുളിയും സ്വാദും, അങ്ങനെയുള്ള പ്രവാസി, അഗ്രി, അങ്ങനെയുള്ള കുറച്ച് ലൈവിലാണ് ഞാൻ പങ്കെടുത്തിരുന്നത്. പിന്നെ ഇനിയിപ്പോൾ ആരുടെയെങ്കിലും പേര് വിട്ടുപോയോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ലൈവിലൊക്കെ പോകുമ്പോൾ നല്ല സപ്പോർട്ട് നമുക്ക് കിട്ടിയിരുന്നു. അപ്പോൾ അവരുടെ ലൈവൊക്കെ നല്ല ഇതാണ്. അപ്പോൾ അങ്ങനത്തെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടും. അങ്ങനെയാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൂടി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് എന്തായാലും നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സും കൂടും. ഇതിനിപ്പോൾ അത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒപ്പം നമ്മൾ നല്ല ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മളിൽ എന്താണോ ഉള്ളത് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അവരിപ്പോൾ എന്താണ് ചെയ്തത് അത് നോക്കി ചെയ്യാതിരിക്കുക. എൻ്റെ കയ്യിൽ എന്തുണ്ട് അത് എത്തിക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വളരെയധികം ആത്മാർത്ഥതയോട് കൂടിയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോൾ പാട്ട് പാടാനും പഠിപ്പിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ അത് ചെയ്യുക. അല്ലാതെ എൻ്റെ കൂട്ടുകാരി കുക്കറി ഷോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനും അത് ചെയ്യട്ടെ, അങ്ങനെയല്ല. നമ്മളിൽ എന്താണോ അതിനെ ആത്മാർത്ഥതയോട് കൂടി സന്തോഷത്തോടു കൂടി ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. ഉറപ്പാണത്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അറിയപ്പെടുന്നവരാവും എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ എല്ലാവരും ചാനൽ തുടങ്ങുക. ഒരു ദിവസം നമ്മളെയും ലോകം അറിയുന്ന ഒരു ദിവസം ഉണ്ടാവും. അപ്പോൾ ഇതാണ് എൻ്റെ ഈ 1.5 മാസത്തെ യൂട്യൂബ് യാത്ര. എനിക്കൊരുപാട് സന്തോഷം തോന്നുന്ന നിമിഷങ്ങളാണ്. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് സ്നേഹവും നന്ദി അറിയിക്കുകയാണ്. എനിക്ക് ഓർമ്മയുള്ള എല്ലാവരുടെയും പേര് ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ചിലരുടെ പേര് ഞാൻ ഓർമ്മയില്ലാത്തത് കൊണ്ടാണ് കേട്ടോ, അവരെന്നോട് ക്ഷമിക്കണം. ഇപ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം വരുമ്പോൾ ഏറ്റവും ഡിയർ ആയിട്ടുള്ള ആൾക്കാരുടെ പേരൊക്കെ നമ്മൾ ചിലപ്പോൾ മറക്കും. അതുകൊണ്ട് അവരൊന്നും എന്നോട് വിഷമം വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും